ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഓൾ? ഇന്ന് കോൺട്രാക്ട് ലോ കുറച്ച് പഠിച്ചാലോ? ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമാവണുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല വിധത്തിലും ഉള്ള കോൺട്രാക്റ്റിൽ ദിവസവും ഏർപ്പെടാറുണ്ട്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി സാധനം മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ അല്ലെങ്കിൽ ഓട്ടോയിൽ അല്ലെങ്കിൽ കാറിൽ ഹയർ ചെയ്തിട്ട് യാത്ര ചെയ്യുന്നു. അപ്പം പലതരത്തിലും ഇംപ്ലൈഡ് ആയിട്ടുള്ള, അതായത് എക്സ്പ്രസ് ആയിട്ട് പുറത്ത് എഴുതി അല്ലെങ്കിൽ വെർബലായിട്ട് പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലാതെ തന്നെ നമ്മൾ ഇംപ്ലൈഡ് ആയിട്ടുള്ള പല വിധത്തിലുമുള്ള കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണ് കോൺട്രാക്റ്റ്? നമ്മുടെ ഇന്ത്യയിലെ കോൺട്രാക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ലോ ഏതാണ്, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ നമുക്കിന്ന് LLB സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നൊരു ലോ പേപ്പറാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലും വരുന്നുണ്ട്. കോൺട്രാക്റ്റ് 1ഉം കോൺട്രാക്റ്റ് 2ഉം. കോൺട്രാക്റ്റ് 1ൽ നിങ്ങൾ വാലിഡ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് എല്ലാം പഠിക്കുന്നുണ്ട്. കോൺട്രാക്റ്റ് 2 ആകുമ്പോൾ സ്പെഷ്യൽ കോൺട്രാക്ട്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് 1ൽ പഠിക്കുന്ന ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്താണ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 2Hലാണ് കോൺട്രാക്റ്റ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് എലമെൻസിന് നമുക്ക് കിട്ടി. എന്തെന്നൊക്കെയാണത്? എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അത് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ ഒരു ഓഫർ ഉണ്ടായിരിക്കും. ഒരാൾ ഓഫർ ചെയ്യുകയാണ്, എൻ്റെ ഈ ബോട്ടിൽ ഞാൻ വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓഫർ ചെയ്യുമ്പോൾ ഞാനൊരു ഓഫറാണ് കൊടുക്കുന്നത്. അപ്പോൾ വേറൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ ഞാൻ ആ ബോട്ടിൽ മേടിക്കാം. അപ്പോൾ അവിടെ ആ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആയി. അപ്പോൾ അതൊരു എഗ്രിമെൻ്റായി. പിന്നെ എൻഫോഴ്സിബിലിറ്റി വേണം. അതായത് ലോ പെർമിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ലോ ഫോർബിഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എൻഫോഴ്സിബിൾ ആയിരിക്കണം. അവിടെ ഇപ്പോൾ ഒരു സെർട്ടൻ എമൗണ്ട് പറയും, അത് ആഡിക്വേറ്റ് ആവണമെന്നില്ല. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഈ ബോട്ടിൽ മേടിച്ചത് 200 റുപ്പീസിനാണ്, പക്ഷേ ഞാനിപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 50 റുപ്പീസിനാണ്. അപ്പം ഞാനത് 50 റുപ്പീസിന് കൊടുക്കുവാണ്. ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു 200 റുപ്പീസാണ്. പക്ഷേ ഞാനൊരു 50 റുപ്പീസിന് കൊടുക്കാൻ വില്ലിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് ആയി. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് നോക്കുമ്പം 2Hൽ പറഞ്ഞിരിക്കുന്നത് എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റിയാണ്. പിന്നെ സെക്ഷൻ 10ൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തോന്നാണ് ഫസ്റ്റ് പറയുന്നത്? ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്. അപ്പോൾ അവിടെ വേണ്ട ഒരു കാര്യമാണ് കൺസെൻറ്റ്. അപ്പോൾ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് വ്യക്തികൾ സമ്മതം പറയുകയാണ്, ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് പോവുക. അപ്പോൾ അവിടെ ഒരു കൺസെൻറ്റ് ഉണ്ടാവുകയാണ്. പിന്നെ അവർക്ക് എന്ത് വേണം? അവർ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. കോമ്പീറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചു കുട്ടികളുണ്ട്, മൈനേഴ്സ്, അവർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു മജോറിറ്റി അറ്റൈൻ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. മൈനേഴ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡ് അബ് ഇനിഷ്യോ ആണ്. അതായത് ഫ്രം ദ വെരി ബിഗിനിങ് ദാറ്റ് കോൺട്രാക്റ്റ് ഇസ് നോട്ട് എക്സിസ്റ്റിംഗ്, അങ്ങനെ വരിക. പിന്നെ ആരായിരിക്കണം? സൗണ്ട് മൈൻഡുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഇപ്പോൾ ശരിക്ക് ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരാൾക്കൊരു കോൺട്രാക്റ്റിൽ അതിൻ്റെ കറക്റ്റായിട്ട് എന്തിനാണ് കോൺട്രാക്റ്റ്, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ആ കഴിവ് സൗണ്ട് മൈൻഡ് അല്ലാത്തൊരു പേഴ്സൺ അറിയില്ലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൗണ്ട് മൈൻഡായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും ചെയ്യേണ്ടത്. പിന്നെ എന്താണ് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺട്രാക്റ്റിൽ വേണ്ട ഒരു കാര്യം. അതായത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് കൺസിഡറേഷനെ കോൺട്രാക്റ്റ് പറയുന്നത്. അതായത് ക്വിഡ് പ്രോക്കോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബോട്ടിൽ വിൽക്കുന്ന സമയത്ത് ഞാനൊരു 50 റുപ്പീസാണ് അതിൻ്റെ കൺസിഡറേഷൻ വെച്ചത്. അതാണ് ഒരു കോൺട്രാക്റ്റ് ആക്കി മാറ്റുന്നത്, ആ ഒരു 50 റുപ്പീസ് എന്ന് പറയുന്ന ആ ഒരു കൺസിഡറേഷൻ. അപ്പോൾ അതിൽ ഒരു കോൺട്രാക്റ്റ് വരുമ്പോൾ അതിൽ എസെൻഷ്യലായിട്ട് ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് മീറ്റിംഗ് ഓഫ് മൈൻഡ് വേണം. അതായത് കൺസെൻസസ് അഡ് ഇഡം എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ഒരു 2 കാറുണ്ട്. അതായത് ഒരു വെള്ള കാറും ഉണ്ട്, ഒരു ബ്ലാക്ക് കാറും ഉണ്ട്. ഇദ്ദേഹം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന
അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് കാറാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ്. വെള്ള കാറ് റീസെൻറ്റ് പാസ്റ്റിൽ മേടിച്ചതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് കാറ് വിൽക്കാൻ ഉദ്ദേശിച്ച് അയാൾ പരസ്യം ഇടുമ്പോൾ ഇയാൾക്ക് 2 കാറുണ്ട് എന്നറിയുന്ന വേറൊരു വ്യക്തി ഈ പരസ്യം കാണുകയും അത് മേടിക്കാൻ വേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ ഇദ്ദേഹം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കാറ് എന്നാണ് ഈ വരുന്ന വ്യക്തി കരുതുന്നത്. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ് ഉണ്ടോ? ഇല്ല. അവിടെ ഒരു മിസ്റ്റേക്കാണ് വരുന്നത്. അതായത് ഈ ഉദ്ദേശിക്കുന്ന കാര്യമല്ല മറ്റേ ആൾ വിൽക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എഗ്രിമെൻറ്റ് വരുന്നില്ല. എഗ്രിമെൻറ്റ് വരാത്തത് കൊണ്ട് തന്നെ അതൊരു കോൺട്രാക്റ്റായി മാറുന്നില്ല. പിന്നെ വരുന്നത് എന്താണ്? എൻഫോഴ്സിബിലിറ്റി. അതായത് ലോ പ്രൊഹിബിറ്റ് ചെയ്ത ചില ഇതുണ്ട്. അതായത് വേജറിങ് എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഗാംബ്ലിങ് എഗ്രിമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു എഗ്രിമെൻറ്റിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എൻഫോഴ്സിബിലിറ്റിയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് ഉണ്ടായിരിക്കണം, കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ 3 C ആയി. പിന്നെ എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മാക്സിം കൂടെ പഠിക്കാം. എക്സ് നോഡോ പാക്റ്റോ നോൺ ഓറിറ്റർ ആക്ഷ്യോ എന്നാണ്, അല്ലെങ്കിൽ എക്സ് ടെർപി കസോ നോൺ ഓറിറ്റർ ആക്ഷ്യോ. ഈ 2 മാക്സിമിൻ്റെ മീനിങ് ഒന്ന് തന്നെ. അതായത് ഔട്ട് ഓഫ് പെയർ പ്രോമിസ് നോ ആക്ഷൻ അറൈസസ്. ഔട്ട് ഓഫ് പെയർ പ്രോമിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തായിരിക്കും പെയർ പ്രോമിസ് എന്ന് പറയുക. അതായത് വെറുതെ ഒരു പ്രോമിസ്. ഇപ്പോൾ ഇതൊക്കെ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സിലാണ് വരിക. ഇപ്പോൾ കുട്ടികളോട് നമ്മൾ പറയുകയാണ്, ഓക്കെ ഇന്ന് വൈകിട്ട് നമുക്ക് പാർക്കിൽ പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയൊരു എഗ്രിമെൻറ്റ് വെച്ചു. വൈകിട്ട് കുട്ടികൾ വരുവാണ്, ഇന്ന് വൈകിട്ട് നമ്മൾ പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ, ഇതെന്താ അമ്മ കൊണ്ടുപോകാത്തെ എന്ന് പറഞ്ഞിട്ട് അവർക്കത് അതൊരു ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെയർ പ്രോമിസാണ് വരുന്നത്. ഇല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുവാണ് വൈഫിനോട്, നമുക്കിന്ന് വൈകിട്ട് ഒരു ഫിലിം കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അവർ ഫിലിമിന് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ശരിക്കും അതൊരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ വൈഫിന് സ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ ഒരു പെയർ പ്രോമിസാണ്. അപ്പോൾ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ടായാൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലത്തെ ക്ലാസ്സുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ വണക്കം.